രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക. ഇറാനുമായി ഇടപാട് നടത്തുന്ന ഏത് രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. ആരും അമേരിക്കയ്ക്ക് അതീതരല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. വിഷ്ണു വിനോദുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഏതായാലും ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക. ഇപ്പം മറ്റ് രാജ്യങ്ങൾക്കടക്കം മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമാണുള്ളത്. മറ്റെന്തെല്ലാം ഉപരോധങ്ങളാണ് ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ആദ്യം കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത ഉപരോധവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനുമായി ബന്ധം വെക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്ക് കടുത്ത ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ രാജ്യങ്ങൾക്കാകെ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഉപരോധമാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇറാനെ കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കുക, ഇറാനുമായി ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അമേരിക്ക ഇത് സംബന്ധിച്ചുമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച് രാഷ്ട്ര നേതാക്കളെ അടക്കം വിളിച്ച് ഈ ഒരു വിഷയം ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാനുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധം, ഇടപാടുകളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു മുന്നറിയിപ്പായി രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആരും അമേരിക്കക്ക് അതീതരല്ല എന്നുള്ളൊരു പ്രഖ്യാപനവും ഇറാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ നിലവിൽ 60ഓളം സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കും, ഇറാനുമായി ബന്ധമുള്ള 60ഓളം സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കും വ്യക്തികൾക്കുമെതിരെയാണ് ഇപ്പോൾ നിലവിൽ അമേരിക്ക US ട്രഷറി ഇപ്പോൾ നിലവിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇറാനെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിക്കുന്ന രാഷ്ട്രങ്ങളെ US ഡോളർ വ്യവസ്ഥയിൽ നിന്നും നിലവിൽ ഇപ്പോൾ അമേരിക്ക ഒഴിവാക്കി എന്നുള്ള ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നുണ്ട്. അതിനു പുറമെ തന്നെ ഇറാനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ആ രാജ്യങ്ങൾക്കുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുപ്പിക്കും എന്നുള്ള ഒരു അന്ത്യശാസനം തന്നെയാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ US ട്രഷറിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇറാനെ നിലനിർത്തുന്ന എല്ലാ സാമ്പത്തിക ജീവനാഡികളും വിച്ഛേദിക്കാനാണ് അമേരിക്കയുടെ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ പരമപ്രധാനമായ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നിലവിൽ തുടക്കം വിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഇറാനുമായി ബന്ധമുള്ള രാജ്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ അവസാനിപ്പിക്കണം എന്നുള്ള നിലയിലുള്ള ആ പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇറാനാണെങ്കിലും ഈ പറയുന്നത് പോലെ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോളുകൾ നടത്തും അല്ലെങ്കിൽ ടോളുകൾ പിരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അല്ലെങ്കിൽ ഏർപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ അമേരിക്ക ഇത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുമായി മറ്റുള്ള രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പുമായി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളാകെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അമേരിക്കയുടെ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത്. സാമ്പത്തിക യുദ്ധം തുടർന്നാൽ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും വരുന്ന മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് സാമ്പത്തിക യുദ്ധം ഇതേ നിലയിൽ അമേരിക്ക തുടർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഗൾഫിൽ നിന്നുള്ള എല്ലാ എണ്ണമേഖ കയറ്റുമതിയിലും നിർത്തലാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ നിലവിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പറയുന്ന ഹോർമോസ് കടലെടുക്ക് സംബന്ധിച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി ഇന്ന് ടെഹ്റാനിലെത്തും എന്നുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള വിവരവും ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും അമേരിക്കയുടെ ഭീഷണികളെ ഇറാൻ വ്യാപാര പങ്കാളികൾക്ക് ഗൗരവമായി കണക്കാക്കുന്നില്ല. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഭീഷണികളെ ഒന്നും തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഇറാൻ കണക്കാക്കുന്നില്ല. ഒരു പ്രഖ്യാപനവും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യത്തിൻ്റെ പ്രവൃത്തിയെയും യുദ്ധമായി കണക്കാക്കുമെന്നും ഇപ്പോൾ നിലവിൽ ഇറാൻ പറയുന്നുണ്ട്. അമേരിക്ക ആരുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ഒരു പ്രഖ്യാപനത്തിനൊപ്പം ആരൊക്കെ നിൽക്കുന്നുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങൾ നിൽക്കുന്നുണ്ടോ അവർ തനിക്കൊപ്പം, അത് തങ്ങൾക്കെതിരാണ്, ഇറാനെതിരാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു നിലയിലാണ് ഇറാൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളാകെ തന്നെ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. US ട്രഷറിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഏത് രാജ്യമാണെങ്കിലും ഇറാനുമായി ബന്ധപ്പെട്ട ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യം, അതായത് സാമ്പത്തിക നടത്തുന്ന ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന് കൃത്യമായ ഉപരോധം ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കാർത്തു.
വിഷ്ണു, അതുപോലെ തന്നെ അമേരിക്ക പറയുന്നത് തനിക്ക് മുകളിൽ ആരും അതീതരല്ല എന്നതാണ് ട്രംപ് പറയുന്ന പ്രസ്താവന. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുമ്പോൾ അവരുടെ നിലപാട് എന്താണ് എന്നതിൽ നിർണായകമാണ്. അതുപോലെ ഈ ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ എന്ത് നടപടിയിലേക്കായിരിക്കും അടുത്തതായി കടക്കുക? തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്. കാരണം ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു നീക്കത്തെ, ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കത്തെ വളരെ നിരീക്ഷണബോധത്തോടു കൂടി തന്നെയാണ് ലോകരാജ്യങ്ങൾ ആകമാനം നോക്കിക്കാണുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു അമേരിക്കയ്ക്ക് അതീതരല്ല ഒരു രാജ്യവും എന്നുള്ള ആ ഒരു പ്രഖ്യാപനമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ലോകരാജ്യങ്ങളും ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിനകത്ത് ഏതു തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവരുടെ മറുപടികൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. എന്താണെങ്കിലും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമായും പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെയാണെങ്കിലും അമേരിക്കയുടെ ഏതൊരു നയത്തിനൊപ്പം നിൽക്കുന്ന രാജ്യമാണെങ്കിലും അവർ പിന്തുടരുന്നത് അമേരിക്കയുടെ നയമാണെന്നുണ്ടെങ്കിൽ അത് ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി തന്നെ കണക്കാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണെങ്കിലും ഇറാനുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ജീവനാഡികളും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അമേരിക്ക ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ലോകരാജ്യങ്ങൾക്കാകെയുള്ള ഒരു മുന്നറിയിപ്പായി അമേരിക്ക ഇപ്പോൾ നൽകുന്ന ഒരു സാഹചര്യമായി നിലനിൽക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളും ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ രാജ്യം ഇന്ത്യയാണെങ്കിൽ കൂടി ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ വളരെ ഈ ഒരു വിഷയത്തിനകത്ത് വളരെ ശ്രദ്ധയാകുന്നതായിരിക്കും. കാർന്നു, ശരി, വ്യക്തമാണ്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.